ഹായ്, എല്ലാവരും സുഖല്ലേ? ഞാനിങ്ങനെ പോണു, കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ നമുക്കൊരു വീഡിയോ തുടങ്ങിയാലോ? ഇന്നത്തെ വീഡിയോന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഞാനല്ല ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോൻ്റെ ഇൻട്രോയിൽ മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ. ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ രവിയാണ്. രവി അണ്ണൻ, അവനങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല, എന്നാലും ഞാൻ വിളിക്കും രവി അണ്ണൻ. അപ്പോൾ നമ്മുടെ രവി ഹോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ രേവന്തിൻ്റെ ബർത്ത്ഡേ ആണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 24-ന് ഓനും 30s ക്ലബിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. വെൽക്കം ബ്രോ ടു 30s ക്ലബ്. ഹാപ്പി ബർത്ത്ഡേ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് ആദ്യം പറയണമല്ലോ, ഹാപ്പി ബർത്ത്ഡേ രേവന്ത്. അപ്പോൾ ഈ വീഡിയോ വരുമ്പോഴേക്കും രേവന്തിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടൊരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ബർത്ത്ഡേക്ക് പോകുമ്പോൾ ബാംഗ്ലൂരാണ്, ഫാമിലി ആയിട്ട് ബാംഗ്ലൂരാണ്. അപ്പം അവിടെ പോയിട്ടൊരു സർപ്രൈസ് കൊടുക്കാൻ ഒരു പ്ലാനായിരുന്നു. ഞാനും രവിയും അതുപോലെ ചെന്നൈയിൽ നിന്ന് വൈശാഖൊക്കെ ചേർന്നിട്ട് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തതാണ്. പക്ഷേ ലാസ്റ്റ് നിമിഷം എനിക്ക് ആ പ്ലാനിൽ നിന്ന് ചാടേണ്ടി വന്നു. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് അത് എനിക്ക് പോകാൻ പറ്റിയില്ല. സോ ഞാൻ താൽക്കാലികമായി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒരു ചതിയനായി മാറിയിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് രവി തൽക്കാലം എന്നെ കൺവിൻസിങ് സ്റ്റാർ എന്ന പേര് തന്നിരിക്കുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചതിയൻ. അതിന് കുറേ കാരണമുണ്ട്, അതൊക്കെ പോട്ടെ, എന്താവട്ടെ. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്തതാണ് അവിടെ പോകണം, സർപ്രൈസ് ആക്കണം, ഒരു കിടുക്കാച്ചി വ്ളോഗൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വ്ളോഗ് എന്തായാലും മുടക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വ്ളോഗിങ്ങിൻ്റെ ഉത്തരവാദിത്തം ഞാൻ രവിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ രവി ആയിരിക്കും ഈ വീഡിയോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ പോലെ തന്നെ ഞാനും ഈ വീഡിയോയിൽ ഒരു പ്രേക്ഷകൻ മാത്രമാണ്. സോ ഓവർ ടു ദ വീഡിയോ. വൺസ് അഗെയിൻ 30s ക്ലബിലേക്ക് സ്വാഗതം. ഞാനൊക്കെ ഓൾറെഡി അതിലെത്തിയതാണ്. രവിയണ്ണൻ ഓൾറെഡി എത്തിയിട്ടുണ്ട്, നമ്മളെക്കാളൊക്കെ എത്രയോ മുന്നേ. അപ്പോൾ വീഡിയോയിൽ കാണാം അല്ലേ രവിയണ്ണ? ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ പ്രത്യേകത ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത്. അർജുൻ ഉണ്ടാവില്ല. അപ്പോൾ അർജുൻ്റെ ഈ ചാനലിൽ സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് എന്നെ ഒരു പക്ഷേ അറിയാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, എൻ്റെ പേര് രവിശങ്കർ. ഞാനും അർജുനും കൂടിയാണ് ഈ ചാനൽ തുടങ്ങിയിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെയും അർജുൻ്റെയും കോമൺ ഫ്രണ്ട് ഉണ്ട്, രേവന്ത്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഒരു സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ പോവുകയാണ്. അതവന് വിചാരിച്ചിട്ടില്ല, അവനറിയില്ല ഞങ്ങൾ വരുന്നു എന്നുള്ളത്. സോ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പോക്കാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് കവർ ചെയ്യുന്നൊരു ഫുൾ വ്ളോഗാണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഞാൻ അധികം കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല വീഡിയോയിൽ. കാരണം 3-4 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിൽ നിന്ന് ടൂറൊക്കെ ആയിരുന്നു, ആനക്കുളം. അവിടെ പോയിട്ട് ഞാൻ ഇന്നലെ രാത്രി എത്തി. ഇന്നലെ രാത്രിയും വീണ്ടും നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ 9 മണിയുടെ ട്രെയിനിന് ഞാൻ പോകാൻ പോവാണ്. സോ അത് കാരണം ഞാൻ ട്രെയിനിൽ കൂടുതൽ ഉറക്കമായിരിക്കും. ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ബാക്കി പറയുന്നത്. അപ്പോൾ ഗായ്സ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ശ്രീജിത്ത്. ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഷോട്ടൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇത്തിരി തിരക്കിലായിരുന്നു ഞങ്ങൾ. അവരറിയാണ്ട് ഗിഫ്റ്റ് വാങ്ങാനൊക്കെ വന്നതാണ്. സോ അതിനുവേണ്ടിയൊക്കെ നമ്മളിപ്പോൾ റിലയൻസ് ട്രെൻഡ്സിൽ വന്നേക്കുവാണ്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഷർട്ട് അവന് വേണ്ടി. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഈ കാണുന്നത്. അപ്പം ഏതാണ്ട് 12 മണിയാവാനിരിക്കുന്നു. നമ്മളെല്ലാം സെറ്റാണ്. ഡേ ഒരു മുഖംമൂടിയും അപ്പുറത്ത് വൈശുണ്ട്. ഓക്കെ ഗൈസ്, ഹലോ ഗൈസ്. പ്ലാനിൻ്റെ ഭാഗമായി 3 പേർ ആദ്യം ചെന്നിട്ടുണ്ട്. സായും രാമോണനും ശിവോണനും. ഞങ്ങൾ 3 പേർ പാർട്ടി 2-നായി വെയിറ്റിംഗ് ആണ് ഗൈസ്. Boy.
ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. സർപ്രൈസ് ആയിട്ട് എങ്ങനെയുണ്ടായി? അപ്പൊ ഏതെ ഇത് ഞങ്ങളെ അതെ ഒരു അത് എടുത്തില്ലേ ഞാൻ ഉപകാരം എന്താണെന്ന് നോക്കൂ. ഒരാളുടെ ഉപകാരം മറ്റേ ഇവിടെ ഉണ്ട് ഷൊർണൂരിൽ നിന്നുള്ളതാണ് കുറിച്ചത്. അതെ വളരെ സന്തോഷമായി. എന്നടാ ഞാൻ പഠിക്കുന്നത് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എന്തൊക്കെയോ പറയാനുണ്ട്. ഈ വണ്ടറിൽ പോകണമെന്നുണ്ട് എല്ലാരും കൂടെ. ഒന്നും തുടങ്ങിക്കോ. പക്ഷെ മറ്റൊരു ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എല്ലാം കൂടെ ഈ വണ്ടറിൽ കൊള്ളാമെന്നുണ്ട്. നാളെ ഇവിടെ പറ ഇന്റർവ്യൂവിന് അയ്യോ ടീച്ചർ ടീച്ചർ ലീവ് എടുത്താൽ മതി. എന്താണ് സ്വന്തം മുഖം സ്വയം വെച്ചു. അതെ ഇത് കേക്ക് കഴിക്കാൻ അല്ല കേക്ക് കൊടുക്കാൻ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഓ വൻ വേറെ ലെവൽ. ആ. എന്താ പറയാ അങ്ങനെ 30s-ലേക്ക് ഏട്ടനും കടന്നിരിക്കുന്നു. Yeah, yeah, ബൈജാൻ അപ്പൊ രേവന്റെ എങ്ങനെയുണ്ടായിരുന്നു പരിപാടികളൊക്കെ? പരിപാടികളൊക്കെ ഉഷാറായിരുന്നു. നിങ്ങൾ വന്നില്ലായിരുന്നു ഇതെങ്ങനെയാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പിന്നെ കൊച്ചിയിൽ നിന്നൊക്കെ ഓരോരുത്തർ വരുമ്പോൾ ആരെയും സർപ്രൈസ് ആയി പോകുമല്ലോ. അതൊരു മുന്നറിയിപ്പില്ല അത്. അപ്പോൾ നമുക്ക് നാളെ ട്രിപ്പ് പോകണ്ടേ? പോണം. രാവിലെ നമുക്കൊരു ട്രിപ്പ് പോവാം. അപ്പോൾ ഗൈസ് ഈ ബർത്ത്ഡേ കളറാക്കി തന്ന എല്ലാവരോടും പിന്നെ ഈ സീനിലൊന്നും ഇല്ലാത്ത അർജുനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.